ഈ പറഞ്ഞതുപോലെ ഈ ഡീലിമിറ്റേഷൻ അതൊക്കെ ഏകപക്ഷീയമായി പോകുന്നൊക്കെയുള്ള ആശങ്കയാണോ? അതല്ല നമ്പ്യാർ സാറേ, ഇപ്പം സദാനന്ദ മാസ്റ്റർ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. UPക്ക് 120 സീറ്റും കേരളത്തിന് 23 സീറ്റും. എങ്ങനെ ഒരു രാജ്യത്തിലെ ഒരു പാർലമെന്റ് ജനസംഖ്യ അതെ, അതാ പറഞ്ഞത്, ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇത് നിർണയിച്ചാലുള്ള അപകടമാണ് നമ്മൾ ഈ പറയുന്നത്. എങ്ങനെ ഈ ഒരു അസന്തുലിതാവസ്ഥയോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കും ഒരു രാജ്യത്ത്? ഇപ്പോൾ തന്നെ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ നീതിപൂർവമായി വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം യൂണിയൻ ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിന്റെ മാനദണ്ഡമാണ്. അത് BJP ഒന്നും കൊണ്ടുവന്നതല്ല. യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ വന്ന കാലം മുതൽ തന്നെ അവർ രൂപീകരിച്ച ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം ഉള്ള സ്റ്റേറ്റുകൾക്ക് വെയിറ്റേജ് കുറയ്ക്കും. അങ്ങനെ വന്നപ്പോൾ കേരളം പോലെയുള്ള സ്റ്റേറ്റുകൾക്ക് വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വളരെ കുറവുണ്ടായി. അതേസമയം ജനസംഖ്യാ നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കാത്ത സംസ്ഥാനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതപര്യന്തമുള്ള യൂണിയൻ ഫൈനാൻസ് കമ്മീഷനുകളുടെ ഒരു തീരുമാനം. ഞങ്ങൾ കഴിഞ്ഞ യൂണിയൻ ഫൈനാൻസ് കമ്മീഷനെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനസംഖ്യാ നിയന്ത്രണം നടത്തിയതുകൊണ്ട്, വിദ്യാഭ്യാസം നടത്തിയതുകൊണ്ട്, ആരോഗ്യം പരിപാലിച്ചത് കൊണ്ട് അതൊരു ശിക്ഷയായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിഭവത്തിന്റെ വിതരണത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലായി വീണ്ടും ഒരു അസന്തുലിതാവസ്ഥ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉത്കണ്ഠ. പറഞ്ഞോട്ടെ, ഈ കേരളത്തിലും ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ ജില്ലകൾ, കാര്യക്ഷമമായി നടപ്പിലാക്കിയ ജില്ലകൾക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വർഗീസാറുള്ള പത്തനംതിട്ടയ്ക്ക് 2 സീറ്റുകളല്ലേ പോയത്. അതേസമയം ജനസംഖ്യ വർധനവ് രേഖപ്പെടുത്തിയ മലപ്പുറം 4 സീറ്റുകൾ അധികം നേടിയില്ലേ? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയല്ലേ ഇത്? സാർ, ഈ ചർച്ചയിൽ അത് കൊണ്ടുവരണം. നമ്മൾ അതുകൂടി പരിശോധിക്കണ്ടേ? നമ്മളെ ഒരു രാജ്യത്തിന്റെ മൊത്തം പെർസ്പെക്റ്റീവിൽ ഒരു കോർ വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പരാതിയുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സദാനന്ദ മാസ്റ്റർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പുനർവിഭജനം മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഡിവൈഡ്, ഈ സൗത്ത് നോർത്ത് എന്ന് പറയത്തില്ല, നോർത്ത് വെസ്റ്റ് സംസ്ഥാനങ്ങൾക്കും ഈ പരാതിയുണ്ട്. ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ, ഈ രാജ്യത്തെ ഈ പ്രമുഖ സംസ്ഥാനങ്ങൾ തമ്മിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിവൈഡ് വളരെ കൂടും. BJP ആഗ്രഹിക്കുന്നത് എന്താണ്? ദേശീയോത്ഗ്രഥനം, അഖണ്ഡത, രാജ്യത്തിന്റെ ഐക്യം. ഇതാണെങ്കിൽ തൽക്കാലം ഇത് ഹോൾഡ് ചെയ്യണം. ഒരു സ്റ്റേറ്റിന് 120 പാർലമെന്റ് അംഗങ്ങളോ ലോക്സഭയിലുണ്ടെന്നിരിക്കട്ടെ, അവർ എത്ര ശക്തമായിട്ടായിരിക്കും അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? കേരളം പോലെയുള്ള സ്റ്റേറ്റുകളുടെ ശബ്ദത്തിന് അവിടെ എന്തെങ്കിലും പ്രാധാന്യം കിട്ടുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സദാനന്ദ മാസ്റ്റർ പറഞ്ഞതിൽ വ്യത്യസ്തമായി 76-ൽ ഇത് വളരെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇതിൻ്റെ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് തൽക്കാലം 543-ൽ ഫ്രീസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം നമ്മൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിപ്പോൾ നമ്മൾ തുറന്നിടുന്നത്, അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റുന്നത് വലിയ അപകടത്തിലേക്ക് കൊണ്ടു. ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു നിയന്ത്രണം വരുത്താൻ സാധിക്കുമോ? ഇപ്പോൾ പാർലമെന്റിലെ സീറ്റുകളുടെ കാര്യം സാധാരണ മാസ്റ്റർ പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കിയപ്പോൾ അവിടെ 900-ഓളം ആളുകൾക്ക് ഇരിക്കാം. പക്ഷേ ഇങ്ങനെ ഇത് കൂടിക്കൊണ്ട് വന്നാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പാർലമെന്റ് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുമോ? ഒരാൾക്ക് എത്ര നേരം സംസാരിക്കാൻ സാധിക്കും? ഇപ്പം തന്നെ 3 മിനിറ്റും 2 മിനിറ്റും ഒക്കെയാണ്. പാർലമെന്റ് അംഗങ്ങൾ ചോദിക്കുക സ്പീക്കർ റൂമിൽ നിന്ന് കെഞ്ചുക, ഞങ്ങൾക്കൊരു 2 മിനിറ്റ് തരണമെന്ന്. എഫക്റ്റീവായ ഡിസ്കോഴ്സ് നടക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ജനസംഖ്യാനുപാതികം എന്നതിനപ്പുറത്ത് മറ്റ് ചില മാനദണ്ഡങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ രൂപീകരിച്ചില്ലെങ്കിൽ സാറേ, ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് വളരെ കൂടും. ഇപ്പോൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും തെലങ്കാനയുടെയും ഒക്കെയാണ്. നേരത്തെ ഈ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ 5-1 പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ മണ്ഡലം പുനർവിഭജനത്തോടു കൂടി അത് 6-1 മാറും. ഈ ഡിവൈഡ് വർദ്ധിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പോകാനല്ലേ തീരുമാനിക്കേണ്ടത്? പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട് അത് വേറെ. അത് ഹരി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം
എല്ലാ കാലത്തും BJP ഭരിക്കുമെന്ന് ആർക്കും ഉറപ്പില്ലല്ലോ. അതെ. എല്ലാ കാലത്തും കോൺഗ്രസ് ഭരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഇന്ത്യയിലെ വളരെ ഒരു ഡൈനാമിക് സൊസൈറ്റിയാണ്. 84-ൽ BJPക്ക് 2 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മിസസ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധി അവരുടെ മണ്ഡലങ്ങളിൽ തോറ്റില്ല. ഇന്ത്യൻ പോളിറ്റിക്സ് വളരെ ഇതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും BJP ശാശ്വതമായിട്ട് ഭരിക്കും. 5 സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ കേന്ദ്രം അവർക്ക് നിരന്തരമായിട്ട് ഭരിക്കാൻ സാധിക്കും. അതിനേക്കാൾ എൻ്റെ ഉത്കണ്ഠ നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്ന ഒരു മെഷർ അല്ലേ ഇത് എന്നുള്ളതാണ്. ഓക്കെ, ഡോക്ടർ GV ഹരി നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇത് നമ്മുടെ സോണിയയും അതുപോലെ പ്രിയങ്കയും ഒക്കെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ റിസർവേഷൻ എന്ന് പറയുന്നത് വനിതകൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, OBC തുടർച്ചാവകാശം അല്ല, അവരെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലേ അവകാശം. പക്ഷേ അപ്പോഴും അങ്ങനെയാണെങ്കിൽ BJPക്കകത്ത് ഒരുപാട് നേതാക്കളുടെ പേര് പറയേണ്ടി വരും. അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവരൊക്കെ മത്സരിക്കാം, അവർക്കൊക്കെ മത്സരിക്കുന്നതിനൊന്നും ഒരു പ്രയാസമില്ല, ഒരു തടസ്സമില്ല. ആർക്കും മത്സരിക്കാം, എനിക്ക് മത്സരിക്കാം, ശ്രീ അനിൽ മത്സരിക്കാം, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. മത്സരിക്കുമ്പോൾ ജനം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ മാഷ് പറഞ്ഞത്, മാഷിപ്പം ഞാൻ പറഞ്ഞതിനോട് പൊളിറ്റിക്കലി വിയോജിച്ചെങ്കിലും പക്ഷേ അങ്ങനെയും അധികാരത്തിൽ നിൽക്കുക എന്ന ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെ ഡൈനാമിക്കാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ, നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനങ്ങൾ, അതൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ അങ്ങത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു ചുവടുവയ്പ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാനത് പറഞ്ഞത്.